2003 പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് മൂവി തിളക്കം ഇന്നും നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു സിനിമയല്ലേ. ദിലീപിൻ്റെയും കാവ്യ മാധവൻ്റെയും അത്ര മനോഹരമായ ആ ഒരു കൂട്ടുകെട്ട്. എത്ര പേർക്ക് ആ സിനിമയുടെ ഓരോ രംഗവും ഇന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആ കോമഡി രംഗം ഒന്ന് കമൻറ്റ് ചെയ്യുക. ആ സിനിമ ആദ്യമായി നിങ്ങൾ എവിടെയാണ് കണ്ടതെന്നും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. തിയേറ്ററിലോ അതോ TV-യിലോ അതോ OTT-യിലോ. നിങ്ങൾക്ക് എത്ര വയസ്സായിരുന്നു അന്നുണ്ടായിരുന്നെന്നും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. തിയേറ്ററിൽ കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ട തിയേറ്ററിൻ്റെ പേര് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പോകാം. തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ ആ താരങ്ങളുടെ ഇന്നത്തെയും പ്രായത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്പോഴും എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. ആദ്യമായിട്ടുള്ളത് ബാബു സാമിയാണ്. ആ സിനിമയിൽ ഒരു AU ആയിട്ടായിരുന്നു അദ്ദേഹം അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 50 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 72 ആണ്. അടുത്തത് മങ്ക മഹേഷ് ആണ്. ഈ സിനിമയിൽ അമ്മു, അതായത് നമ്മുടെ കാവ്യ മാധവൻ്റെ അമ്മയായിട്ടായിരുന്നു ഈ സിനിമയിൽ മങ്ക മഹേഷ് അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ മങ്ക മഹേഷിൻ്റെ പ്രായം 38 ആയിരുന്നു. ഇപ്പോൾ അവരുടെ പ്രായം 60 ആണ്. അടുത്തത് മഹാലക്ഷ്മിയാണ്. ഈ സിനിമയിൽ കാവ്യ മാധവൻ്റെ കുട്ടിക്കാലം അഭിനയിച്ചിരുന്നത് മഹാലക്ഷ്മി ആയിരുന്നു. മഹാലക്ഷ്മി ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവരുടെ പ്രായം 9 ആയിരുന്നു. ഇപ്പോൾ അവരുടെ പ്രായം 31 ആണ്. അടുത്തത് സുബ്ബലക്ഷ്മിയാണ്. കാവ്യ മാധവൻ, അതായത് അമ്മുവിൻ്റെ മുത്തശ്ശിയായിട്ടായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത് സുബ്ബലക്ഷ്മി. അഭിനയിക്കുമ്പോൾ സുബ്ബലക്ഷ്മിയുടെ പ്രായം 67 ആയിരുന്നു. 2023 സുബ്ബലക്ഷ്മി 87 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് ഹക്കീം റാവുത്തർ ആണ്. ഈ സിനിമയിൽ അജയൻ എന്നൊരു കഥാപാത്രമായിരുന്നു ഹക്കീം റാവുത്തർ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ഹക്കീം റാവുത്തറിൻ്റെ പ്രായം 48 ആയിരുന്നു. അദ്ദേഹം 2013 58 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് പ്രിയങ്ക അനൂപാണ്. അനൂപ് ഈ സിനിമയിൽ പഞ്ചവർണം എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ പ്രിയങ്കയുടെ പ്രായം 32 ആയിരുന്നു. 2025 പ്രിയങ്കയുടെ പ്രായം 55 ആണ്. അടുത്തത് കൊച്ചുപ്രേമനാണ്. സ്വാമിനാഥൻ എന്നൊരു വെളിച്ചപ്പാടുന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ കൊച്ചുപ്രേമൻ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കൊച്ചുപ്രേമൻ്റെ പ്രായം 48 ആയിരുന്നു. 2022 അദ്ദേഹം 67 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് കലാഭവൻ ഷാജോൺ ആണ്. കലാഭവൻ ഷാജോൺ ഈ സിനിമയിൽ ഒരു ആനപ്പാപ്പാനായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കലാഭവൻ ഷാജോണിൻ്റെ പ്രായം 23 ആയിരുന്നു. അദ്ദേഹത്തിന് 2025 47 വയസ്സാണ് ഉള്ളത്. അടുത്തത് മച്ചാൻ വർഗീസ് ആണ്. മച്ചാൻ വർഗീസ് ഈ സിനിമയിൽ കുഞ്ഞവറ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ മച്ചാൻ വർഗീസിൻ്റെ പ്രായം 43 ആയിരുന്നു. 2010 അദ്ദേഹം 51 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് മാമുക്കോയയാണ്. മാമുക്കോയ ഈ സിനിമയിൽ പോസ്റ്റ്മാൻ പത്രോസ് എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ മാമുക്കോയുടെ പ്രായം 57 ആയിരുന്നു. അദ്ദേഹം 2023 77 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് നിഷാൻ സാഗർ ആണ്. നിഷാൻ സാഗർ ഈ സിനിമയിൽ ഗോപിക്കുട്ടൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ നിഷാൻ സാഗറിൻ്റെ പ്രായം 22 ആയിരുന്നു. അദ്ദേഹത്തിന് 2025 46 വയസ്സാണ് ഉള്ളത്. നിങ്ങൾ അവസാനമായി ഈ സിനിമ കണ്ടത് എപ്പോഴാണ്? TV-യിലാണോ അതോ OTT-യിലാണോ? ഇപ്പോൾ ഈ സിനിമ 4K-യിൽ റിലീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കാണുമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തത് ബിന്ദു പണിക്കരാണ്. ഈ സിനിമയിൽ വനജ എന്നൊരു കഥാപാത്രമായിരുന്നു ബിന്ദു പണിക്കർ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ബിന്ദു പണിക്കറിൻ്റെ പ്രായം 35 ആയിരുന്നു. ഇപ്പോൾ പ്രായം 57 ആണ്. അടുത്തത് ഒടുവിൽ ഉണ്ണികൃഷ്ണനാണ്. ഈ സിനിമയിൽ പൂരപ്പണിക്കർ, അതായത് പണിക്കർ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ പ്രായം 62 ആയിരുന്നു. 2006 അദ്ദേഹം 65 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് സലീം കുമാർ ആണ്. സലീം കുമാർ ഈ സിനിമയിൽ ഓമനക്കുട്ടൻ, അതായത് ബിന്ദു പണിക്കർ എന്ന വനജയുടെ കഥാപാത്രത്തിൻ്റെ ഭർത്താവായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ സലീം കുമാറിൻ്റെ പ്രായം 34 ആയിരുന്നു. 2025 അദ്ദേഹത്തിന് 56 വയസ്സാണ് ഉള്ളത്.
അടുത്തത് ഹരിശ്രീ അശോകനാണ്. ഹരിശ്രീ അശോകൻ ഈ സിനിമയിൽ കൃഷ്ണൻകുട്ടി, ടൈലർ കൃഷ്ണൻകുട്ടി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ഹരിശ്രീ അശോകൻ്റെ പ്രായം 38 ആയിരുന്നു. 2025 അദ്ദേഹത്തിന് 60 വയസ്സാണ് ഉള്ളത്. അടുത്തത് കൊച്ചിൻ ഹനീഫയാണ്. ഗുണ്ടഭാസ്കരൻ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ കൊച്ചിൻ ഹനീഫ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കൊച്ചിൻ ഹനീഫയുടെ പ്രായം 52 ആയിരുന്നു. അദ്ദേഹം 2010 59 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് KPSC ലളിതയാണ്. KPSC ലളിത ഈ സിനിമയിൽ ദേവകി അമ്മ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അതായത് നമ്മുടെ ദിലീപിൻ്റെ അമ്മയായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ KPSC ലളിതയുടെ പ്രായം 57 ആയിരുന്നു. 2022 അദ്ദേഹം 74 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് ജഗതി ശ്രീകുമാറാണ്. ഫാദർ സ്റ്റീഫൻ എന്ന ഒരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ജഗതിയുടെ പ്രായം 52 ആയിരുന്നു. 2025 അദ്ദേഹത്തിന് 74 വയസ്സാണ് ഉള്ളത്. അടുത്തത് നെടുമുടി വേണുവാണ്. പത്മനാഭൻ മാസ്റ്റർ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. ദിലീപിൻ്റെ അച്ഛനായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ നെടുമുടി വേണുവിൻ്റെ പ്രായം 55 ആയിരുന്നു. 2021 73 വയസ്സിൽ നെടുമുടി വേണു അന്തരിച്ചു. അടുത്തത് ത്യാഗരാജനാണ്. ത്യാഗരാജൻ ഈ സിനിമയിൽ മഹേശ്വരൻ തമ്പി എന്നൊരു കഥാപാത്രമായിരുന്നു, അതായത് ദിലീപിൻ്റെ ശരിക്കുള്ള അച്ഛനായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ത്യാഗരാജൻ്റെ പ്രായം 57 ആയിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ 79 വയസ്സാണ് ഉള്ളത്. അടുത്തത് ഭാവനയാണ്. സിനിമയിൽ ഗൗരി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ഭാവനയുടെ പ്രായം 17 ആയിരുന്നു. ഇപ്പോൾ ഭാവനയുടെ പ്രായം 39 ആണ്. അടുത്തത് കാവ്യ മാധവനാണ്. ഈ സിനിമയിൽ അമ്മു എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കാവ്യ മാധവൻ്റെ പ്രായം 18 ആയിരുന്നു. ഇപ്പോൾ കാവ്യ മാധവൻ്റെ പ്രായം 40 ആണ്. അടുത്തത് ദിലീപാണ്. ഈ സിനിമയിൽ 2 കഥാപാത്രമായിരുന്നു ദിലീപ് അഭിനയിച്ചിരുന്നത്. ഒരു കഥാപാത്രത്തിൻ്റെ പേര് വിഷ്ണു എന്നായിരുന്നു, ഒരു കഥാപാത്രത്തിൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ദിലീപിൻ്റെ പ്രായം 35 ആയിരുന്നു. ഇപ്പോൾ ദിലീപിൻ്റെ പ്രായം 57 ആണ്. എത്ര പേരാണ് ഈ സിനിമ 3, 4 അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണ കണ്ടിട്ടുള്ളത്? തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അന്ന് ദിലീപിൻ്റെയും കാവ്യയുടെയും ഓൺ സ്ക്രീൻ കെമിസ്ട്രി എത്ര മനോഹരമായിരുന്നു. തിളക്കം എന്ന സിനിമ ഇന്നും നമ്മളെ ചിരിപ്പിക്കുകയും കണ്ണു നിറയ്ക്കുകയും ചെയ്യുന്ന ഒരു ഓർമ്മയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തിച്ചേരും.